ഹായ് ഓൾ, ഞാൻ ഷെഫി തളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാങ്കുളത്തു നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുലാബ് ജാമുനും ചോക്ലേറ്റ് കുക്കീസ്. അത് എൻ്റെ ബ്രാൻഡ് നെയിം കൊടുത്തിരിക്കുന്നത് എൻ്റെ പേരിൽ തന്നെയാണ്, ഷെഫീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ അറിയപ്പെടുന്നവരൊക്കെ എൻ്റെ ബ്രാൻഡും ഒരേപോലെ എന്നെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ എൻ്റെ പ്രൊഡക്റ്റിനെയും കാണണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ് ഞാൻ എൻ്റെ പ്രോഡക്റ്റിന് ഷെഫീസ് എന്ന് പേരിട്ടത്. ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് 16 വർഷമായിട്ട് ഞാൻ ഓൾറെഡി ഫാഷൻ ഡിസൈനിങ് ഫീൽഡിലായിരുന്നു. 14-ാമത്തെ വയസ്സിൽ കുട്ടിത്തം മാറി കൗമാരത്തിലേക്ക് എത്തുന്നതിന് മുന്നേ യുവത്വത്തിലേക്ക് കടന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ 14-ാം വയസ്സിലാണ് ഒരു വീട്ടമ്മയിലേക്ക് കടക്കുന്നത്. 10ാം ക്ലാസ്സിൽ നിന്ന് എൻ്റെ SSLC എന്ന സ്വപ്നം പോലും എനിക്ക് നേടിയെടുക്കാൻ അന്നേരം സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്കൊരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പോകരുത്, കല്യാണമായി എന്നുള്ള ഒരു മനോഭാവമായിരുന്നു വീട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. കാരണം ഇപ്പം എന്നെ എങ്ങനെയാണോ ഈ 38-ാമത്തെ വയസ്സിൽ എന്നെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആ 14-ാമത്തെ വയസ്സിൽ ഞാൻ എത്രയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. അപ്പം എന്ന് വെച്ചാൽ എന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. കാരണം എല്ലാ കുട്ടികളും SSLC പരീക്ഷയ്ക്കും മറ്റൊക്കെ പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് കഥാപുസ്തകം വായിച്ച് ചിത്രകഥയും ബാലരമയൊക്കെ വായിച്ചിട്ടായിരുന്നു സമയം തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാനൊരു ടൈലറിങ്ങിൻ്റെ ഒരു ഫീൽഡിലേക്ക് എത്തി. പിന്നെ മാഷാ അല്ലാഹ് 16 വർഷത്തോളം ഞാൻ അടിപൊളിയായിട്ട് നല്ലൊരു സ്ഥാപനമൊക്കെ ഇട്ട് എൻ്റെ മോളെ പേരിൽ പർവീൻ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം തുടങ്ങി. എനിക്ക് USA വരെ കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൻ്റെ ഇടക്കാണ് എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്നൊരു അസുഖം വന്നു. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ കുടുംബ ബാധ്യതകളും എൻ്റെ തലയിലായി. എന്നുവെച്ചാൽ വീട്ടുകാർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാമ്പത്തികാവസ്ഥയിലല്ല. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു രാജകുടുംബത്തിൽ രാജകുമാരിയായിട്ട് വളർന്നു വന്നതായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഉപ്പാന്ന് വെച്ചാൽ അബുദാബിയിൽ അറിയപ്പെട്ട ബിസിനസ് ഇപ്പോഴും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു മിനി യൂസുഫ് അലി എന്ന് അറിയപ്പെടേണ്ട ഒരു വ്യക്തിയായിരുന്നു. കാരണം പാർട്ട്ണർമാരാൽ ചതിക്കപ്പെട്ട് ഫുള്ള് ഡൗണായി ഇരിക്കുന്ന വീട് പോലും നമുക്ക് നഷ്ടപ്പെട്ടു. വാടക ക്വാർട്ടേഴ്സിൽ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഒരു ആ വരുമാനത്തിന് മാത്രം ഞങ്ങൾ കഴിച്ചു കൂട്ടി. കാരണം വെച്ചാൽ ചെറിയ പറക്കമുറ്റാത്ത എൻ്റെ ഇളയതാണ് 5 ആൾക്കാർ വരുന്നത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ഫുഡിൻ്റെ നല്ല ഫുഡിൻ്റെ സ്മെല്ല് വരുമ്പോൾ ചെറിയ ബ്രദേഴ്സെല്ലാം പറയും, ഉമ്മ ഇന്ന് അവിടെ ഇന്നതാണ്, വെള്ളിയാഴ്ചയാണ്, ബിരിയാണിയാണ്, നമുക്കത് അവർ കൊണ്ടുതരോ അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അന്നേരം നമുക്ക് നമ്മളതായിട്ടുള്ളൊരു ഇതിന്ന് എടുത്തു കൊടുക്കാൻ ഇല്ല. അപ്പം അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ എത്രയും ഉപ്പ മരിച്ചതിന് ശേഷം ഉമ്മ ഡൗണായി വീട്ടുകാരുടെ മുമ്പിലും കടക്കാരുടെ മുമ്പിലെല്ലാം എന്ത് പറയണമെന്ന് അറിയുന്നില്ല. വിദ്യാഭ്യാസം ഇല്ല, സാമ്പത്തികവും ഇല്ല, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ആ ഒരു ഇതിൽ നിന്നാണ് നമുക്കും ഇപ്പം നമ്മളിപ്പം വിചാരിച്ചിരുന്നില്ലല്ലോ രാജകുമാരിയായിട്ട് വളരുമ്പോൾ കുടിലേക്ക് എത്തണമെന്ന്. അതുപോലെ നമുക്കും അത് വിദൂരമല്ല അത്. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. അതൊരു എന്താ പറയുക, മനസ്സിനൊരു ഇതുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ എനിക്ക് ഒരു ടീച്ചറാകാനായിരുന്നു ആഗ്രഹം. പക്ഷേ SSLC ഇല്ലാണ്ട് എനിക്കൊന്നും ടീച്ചിങ് ഫീൽഡിലേക്കൊന്നും പോകാൻ പറ്റൂല. പിന്നെ ഉപ്പ ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു, ഷെഫായിരുന്നു, കുക്കായിരുന്നു. ഓൾ ഇൻ ഓൾ എന്താ പറയുക, എല്ലാ കഴിവുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഈ 16 വർഷമായിട്ടുള്ള ഈ പർവീൻ ഡിസൈൻസ് എന്ന സ്ഥാപനം എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. ഹസ്ബൻഡിന് അസുഖമാണ്, ഡയാലിസിസ് പേഷ്യൻ്റായി. പിന്നെ എനിക്ക് ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിന് ഒരു ആഴ്ച 3 ഡയാലിസിസ് ചെയ്യുമ്പോൾ പോക്ക് വരവ് ചിലവെല്ലാം അടക്കം എത്ര വരുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റും. കാരണം അതിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്നിട്ടും നമ്മൾ തളരാതിരുന്നതെന്ന് വെച്ചാൽ, ഞാൻ തളർന്നു പോയാൽ എൻ്റെ ഹസ്ബൻഡായാലും വീട്ടുകാരായാലും എൻ്റെ മക്കളായാലും തളർന്നു പോകും. ആരും പിടിച്ചു നിൽക്കാൻ നമുക്കൊരാളില്ല. ആ സമയത്താണ് എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നിനക്ക് എത്ര കഴിവുണ്ട് ഷെഫി, നീ എന്തൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു, ആ ഫീൽഡിലേക്ക് നിനക്ക് തിരിഞ്ഞൂടെയെന്ന് ചോദിച്ചപ്പോഴാണ് ഞാനിങ്ങനെ അത്യാവശ്യ ഓർഡറുകളൊക്കെ എനിക്കെന്താ വെച്ചാൽ സ്ഥാപനമായിട്ട് എനിക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റൂല. ആഴ്ചക്ക് 3 പ്രാവശ്യം ഹോസ്പിറ്റലാണ്, വേറെ ആരും കൊണ്ടുപോകാനില്ല. ആണായാലും പെണ്ണായാലും ഞാൻ മാത്രമേ എൻ്റെ കുടുംബത്തിന് താങ്ങായിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഫുഡ് ബിസിനസ് രംഗത്തേക്ക് വരുന്നത്. കാരണം വെച്ചാൽ
ഈ മൊത്തത്തിൽ ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ്റെ മോഡിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് റൂട്ട് സിറ്റിയുടെ ഒരു ക്ലാസ്സിൻ്റെ ഒരു പരസ്യം കിട്ടുന്നതും അവിടത്തേക്ക് പോകുന്നതും. അവിടുത്തെ 7 ദിവസത്തെ കോഴ്സാണ് സത്യം പറഞ്ഞാൽ എന്നെ ഒരു ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചത്. അവിടുന്ന് കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ പേരിൽ സ്വന്തം പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്തത്. അവിടുന്നാണ് ഞാൻ ചേംബർ ഓഫ് കൊമേഴ്സിലേക്ക് എത്തുന്നതും അവിടുന്ന് ടേസ്റ്റ് ഓഫ് കണ്ണൂർ രൂപീകരിക്കുന്നതും അതിലംഗത്വം എടുക്കുന്നതും. ഇന്ന് എന്നെ പരിഹസിച്ച എൻ്റെ ഫാമിലിയിലുള്ളവർ അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഓ ഒരു പെണ്ണല്ലേ, പെണ്ണ് എത്രത്തോളം തുള്ളുന്നറിയാം, മാക്സിമം തുള്ളിയാൽ ചട്ടിയോളം. അതേ പറഞ്ഞവർ ഇപ്പോൾ പറയുന്നത് അവളാണ് പെണ്ണ്. കാരണം ചെമ്മീൻ തുള്ളിയാൽ ചട്ടിയോളം എന്ന് പറഞ്ഞവർ ഇപ്പോൾ ഷെഫി തുള്ളിയപ്പോൾ ഷെഫി ആകാശത്തോളം വളർന്നു. കാരണം ഈ മാസം മാത്രം ഷെഫീസിൻ്റെ ബട്ടർ കുക്കീസ് ഞാൻ ഒരു 4 പ്രാവശ്യമായിട്ട് ഗൾഫിലേക്ക് പറത്തി. അതും ഇതേ പറഞ്ഞവരാണ് അത് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്. ഇന്ന് അവർ പറയുന്നത് വെച്ചാൽ ഷെഫിനെ കണ്ടു പഠിക്കണം. ഷെഫി അന്ന് ഈ നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? 4 ആളെ മുന്നിൽ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഇതിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ എത്രയും അവഗണനയും സ്ട്രെസ്സും എന്താ പറയുക, എനിക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. എല്ലാവരും പറയാം അവിടെ എഴുതി വെച്ച പോലെ ഒരു പുരുഷൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും, പക്ഷെ സ്ത്രീയുടെ പിന്നിൽ പുരുഷനില്ലാന്ന് ആരോ രാവിലെ ഇരുന്ന് പറയുന്ന കേട്ടു മൂസക്കാനോട്. പറഞ്ഞാൽ അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ ഏത് വിജയത്തിലേക്ക് എത്തിയാലും എൻ്റെ പിറകിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രാർത്ഥന, മെൻ്റൽ സപ്പോർട്ട്. കാരണം അവർക്ക് എന്നെ ശാരീരികമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല, കാരണം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ഫാമിലിയിലുള്ളത് ഒരു പെണ്ണായതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം ഇന്ന് ഞാൻ ഈ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് മാത്രമാണ്. എനിക്ക് നിങ്ങളോടും കൂടി പറയാനുള്ളത്, ഇവിടെ ഒരുപാട് ആൾക്കാരെ ഞാനിപ്പോൾ പുതിയതായിട്ട് മെമ്പർഷിപ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ ടേസ്റ്റ് ഓഫ് കണ്ണൂരിൽ വന്നാൽ എന്ത് കിട്ടുന്നതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരു ഉദാഹരണം. കാരണം 2 വർഷമായി ഈ ടേസ്റ്റ് ഓഫ് കണ്ണൂർ നിലവിൽ വന്നിട്ട്. ആ സമയത്താണ് ഞാൻ എൻ്റെ ഫുഡ് പ്രൊഡക്റ്റായിട്ട് ടേസ്റ്റ് ഓഫ് കണ്ണൂരിലേക്ക് എത്തുന്നത്. ഞാൻ ഇന്ന് ഈ ബ്രാൻഡിൽ വിൽക്കുന്നതും ടേസ്റ്റ് ഓഫ് കണ്ണൂരിൻ്റെ ഫുഡ് സെറ്റിൻ്റെയും ആ പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കഥകളൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ, കാരണം എന്ന് വെച്ചാൽ ഏത് പ്രതിസന്ധി, ഇപ്പം നേരത്തെ ഇളവരശി മാം പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ലൈഫിലൂടെ കടന്നുപോയ അനുഭവം ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഒരു പെണ്ണ് ഒരാണിനേക്കാൾ ഒട്ടും താഴെയല്ല, മുകളിലുമല്ല, ഒരു ഇതിൽ തന്നെയാണ് പോകുന്നതെന്ന് എനിക്ക് എൻ്റെ ലൈഫിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റി. ഇന്ന് എൻ്റെ മക്കളെ, എൻ്റെ 2 അനിയത്തിമാർ ഭർത്താക്കന്മാർ ഗൾഫിലാണ്. അവരെക്കാളും എത്രയോ മടങ്ങ് സന്തോഷത്തിലും അഭിവൃദ്ധിയിലാണ് എൻ്റെ മക്കൾ ഇന്ന്. വിദ്യാഭ്യാസം ആയാലും അവരുടെ ജീവിതശൈലി ആയാലും അവരിന്ന് നടക്കുന്നത്. എൻ്റെ മക്കൾക്ക് വേറൊരാളെ എന്താ പറയുക, ഒരു റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ അവർക്ക് എന്നെ മാത്രമേ ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റൂ. എന്നുവെച്ചാൽ അവർക്ക് വേറൊരു റോൾ മോഡലിനെ കാണിച്ചു കൊടുക്കാനില്ല. കാരണം ഏത് പ്രതിസന്ധിയിലും നമ്മൾ മനസ്സ് തളരാതെ, നമ്മൾ തളർന്നാൽ നമ്മുടെ കൂടെ ഉള്ളവരും കൂടി തളർന്നു പോകും എന്നുള്ളൊരു ആ മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയിലും നമുക്ക് കഷ്ടപ്പെടാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്ന 100% ഉറപ്പാണ്. അത് എൻ്റെ ലൈഫിലൂടെ ഞാൻ തെളിയിച്ചെടുത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പഠിപ്പ് കഴിഞ്ഞ് 2ാമത്തെ മാസം തന്നെ എനിക്ക് തളിപ്പറമ്പ് DICൻ്റെ മികച്ച വനിതാ സംരംഭകർ അവാർഡ് എനിക്ക് കിട്ടി. എനിക്ക് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഇൻട്രാക്ഷനിൽ മന്ത്രി എനിക്ക് എല്ലാ പിന്തുണയും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്ഥാപനം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു സംരംഭക എന്നൊരു അഡ്രസ്സ് എനിക്ക് കിട്ടാനുള്ള ഒരു എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോൾ സാറ് പറഞ്ഞു വെച്ചാൽ, ഇന്ന് നീ എങ്ങനെ ജീവിക്കും, ഇന്ന് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ നീ നിന്റെ ലൈഫിനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പിന്നെ നീ സംരംഭക എന്നല്ലാണ്ട് എന്താണ് പറയേണ്ടതെന്നാണ്. അത് ശരിയാണ്. നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ചെയ്യുന്നതായാലും എനിക്കുറപ്പുണ്ട് എൻ്റെ സംരംഭം ഏത് ലെവലിലേക്ക് എത്തിക്കണം. ഇപ്പം നിങ്ങളെല്ലാവരും സ്ഥാപനം ഉള്ളവരാണെങ്കിലും നിങ്ങളെക്കാൾ സെയിൽ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, എനിക്ക് സ്ഥാപനം വേണമെന്നൊന്നുമില്ല. എനിക്ക് സ്ഥാപനം ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് കിട്ടേണ്ട ഒരുപാട് അംഗീകാരങ്ങൾ, അർഹതപ്പെട്ട മെഡലുകളൊക്കെ എനിക്ക് നഷ്ടമായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്കൊരു പരാതിയില്ല. കാരണം
അതിനേക്കാൾ മികച്ചത് എന്നെ തേടി നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇനിയും ഞാനൊരു പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് സബ്സൈഡ് കോളേജിൻ്റെ അടുത്ത് തളിപ്പറമ്പ് ഷെഫീസ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് എത്രയും പെട്ടെന്ന് എനിക്കത് ഒരു എൻ്റെ തന്നെ സ്ഥാപനമാക്കി വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഇനോഗ്രേഷൻ ചെയ്യണമെന്നുണ്ട്. ഞാൻ എന്തായാലും ആ ഗ്രൂപ്പിൽ എല്ലാവരും അത് അറിയിക്കും. ഇത്ര വരെ എന്നെ ഇതെല്ലാം കേട്ട് സഹിച്ചതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.